ബസ് വെയിറ്റിംഗ് ഷെഡിൽ മരിച്ചു കിടക്കുകയായിരുന്ന അജ്ഞാതനായ ആ മനുഷ്യൻ ഒടുവിൽ എത്തിയത് ഇവർ. വെളിപാടുകളുടെ കാലത്ത് ബിഗ് സല്യൂട്ട്. കാലുഷ്യം കനലുകൾ തീർത്ത കാലത്ത് ഇതൊരു വാർത്ത മാത്രമാകരുത്. എത്രയോ നന്മകളുടെ പൂമരകൾ എല്ലാ നാട്ടിലും ഉണ്ട്. പക്ഷെ അവയ്ക്കല്ല ഇന്ന് പ്രാധാന്യം. കറുത്ത വാർത്തകളാണ് നാം കേൾക്കുന്നതും പങ്കുവെക്കുന്നതും. അതുകൊണ്ടാണ് ഒറ്റപ്പെട്ട നന്മകളെ നാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന വർത്തമാനത്തിൽ നന്മയുടെ ഉറവുകൾ വറ്റിയിട്ടില്ലെന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ടി വരികയാണ്. പകൽ വെളിച്ചത്തിലാണെങ്കിലും പരസ്പരം അറിയാനാവാത്ത ഇരുട്ടുപതുക്കെ പരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചേർന്നാണ് ജീവിക്കുന്നതെങ്കിലും മതിലുകൾ നാം അറിയാതെ ഉയരുന്നുണ്ട് നമുക്കിടയിൽ. അവിടെയാണ് സുളിയ ഗ്രാമത്തിൽ SKSSFന്റെ പ്രവർത്തകർ കാണിച്ച നന്മ വാർത്തയ്ക്കുമപ്പുറം ഒരു ആവിഷ്കാരമായി മാറുന്നത്. ബസ് വെയിറ്റിംഗ് ഷെഡിൽ മരിച്ചു കിടക്കുകയായിരുന്ന അജ്ഞാതനായ ആ മനുഷ്യൻ മണിക്കൂറുകൾ കിടന്നിട്ടും കണ്ടുപോകുക എന്നതിനപ്പുറം ഇടപെടാൻ പലരും മടിച്ചു. ആ പ്രദേശത്തു സന്നദ്ധ സേവന പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാരായ പ്രവർത്തകർ പഞ്ചായത്ത് അനുമതിയോടെ അവിടെ ചെന്നു. ആ മൃതശരീരം എല്ലാ ആദരവോടെയും പൊതിഞ്ഞു. വികായ ആംബുലൻസിൽ പൊതുശ്മശാനത്തിൽ കുഴിവെട്ടി അവർ തന്നെ അടക്കം ചെയ്തു. തങ്ങളുടെ വിശ്വാസക്കാരൻ അല്ലാതിരുന്നിട്ടുകൂടി ഒരു മൃതശരീരത്തോട് ബഹുമാനം കാണിച്ചു. അന്ത്യയാത്ര ആത്മശാന്തിയോടെയാകാൻ അവർ അവസാനം വരെ ഒന്നിച്ചു നിന്നു. മനുഷ്യന് മൃഗത്തിന്റെ വില പോലും കൽപ്പിക്കാത്ത പുതുലോകത്ത് ഇത് നമുക്ക് ഒരു വാർത്തയല്ല, ഹൃദയം ചേർത്ത് വെക്കേണ്ട ഒരു ബോധമാണ്. ഭയത്തിന്റെ വെളിപാടുകൾ ഉയരുമ്പോഴും ഇല്ല, മനുഷ്യർ ഇനിയും ബാക്കിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയ പ്രിയപ്പെട്ട യുവാക്കളെ, മുന്നിൽ നിന്നും ഞങ്ങൾ നൽകുന്നു ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.